ഇത് അപ്നാ ഘർ അഥവാ എൻ്റെ വീട്. ക്യാൻസർ രോഗികൾക്ക് ഇവിടം കാരുണ്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സങ്കേതം. എണ്ണമറ്റ ക്യാൻസർ രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇതൊരു അഭയകേന്ദ്രം എന്നതിലുപരിയായി അവരുടെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങളിൽ കാരുണ്യത്തിൻ്റെ കവാടം തുറന്നിട്ടിരിക്കുകയാണ് അപ്നാ ഘർ. കൊച്ചിയിലെ കളമശ്ശേരി കുറ്റിക്കാട്ടുകരയിലെ NR മേനോൻ നഗറിൽ സ്ഥിതി ചെയ്യുന്ന എൻ്റെ വീട് അഥവാ അപ്നാ ഘർ അഹമ്മദാബാദിലെ ഇൻഡാസ് ഫൗണ്ടേഷന്റെ കീഴിൽ ക്യാൻസർ രോഗികൾക്കായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന കീമോതെറാപ്പി, റേഡിയേഷൻ എന്നീ ചികിത്സാ മുറകൾ കൃത്യമായി ക്യാൻസർ രോഗികളെ കൊണ്ട് എടുപ്പിക്കുവാനും ക്യാൻസർ രോഗത്തിൽ നിന്നവരെ അതിജീവനത്തിൻ്റെ പാതയിലേക്ക് കൈപിടിച്ചു നയിക്കുവാനുമായി നിലകൊള്ളുന്ന സാന്ത്വന സ്ഥാപനം. ക്യാൻസറിൻ്റെ കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായുള്ള സൗജന്യ താമസ സൗകര്യവും ഗതാഗതവും ഭക്ഷണവും നൽകിയാണ് അപ്നാ ഘർ അവരുടെ അതിജീവന യാത്രയിൽ ജീവിത രക്ഷാകേന്ദ്രമാകുന്നത്. സൗജന്യ ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ സേവനം ഗവൺമെൻറ് ആശുപത്രികളിൽ ചികിത്സ തേടുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ക്യാൻസർ രോഗികൾക്ക് മാത്രമുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. കേരളത്തിൽ ഏത് ആശുപത്രിയിലും ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടുന്ന രോഗികൾക്ക് ചികിത്സ കഴിയും വരെ എൻ്റെ വീടെന്ന ഈ സ്ഥാപനത്തിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം. നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഫൗണ്ടേഷന് കുറഞ്ഞത് ഒരു അപ്നാ ഘർ വീതമുണ്ട്. കേരളത്തിൽ 2 വർഷമായി എറണാകുളത്തും അടുത്തിടെ കോഴിക്കോടും അപ്നാ ഘർ നിലവിലുണ്ട്. 2 വർഷം കൊണ്ട് കേരളത്തിൽ 1000-ലധികം ക്യാൻസർ രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരുമാണ് അപ്നാ ഘറിന്റെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതെന്ന് കളമശ്ശേരി അപ്നാ ഘറിന്റെ പ്രൊജക്ട് അസോസിയേറ്റ് തൃപ്തി ജോസ് പറയുന്നു. എൻ്റെ പേര് തൃപ്തി ജോസ്, പ്രോജക്റ്റ് അസോസിയേറ്റ് ആണ്. ഈ സ്ഥാപനം ഇൻഡാസ് ഫൗണ്ടേഷൻ എന്ന് പറയും. ഇൻഡാസ് ഫൗണ്ടേഷൻ ഒരു CSR പ്രോജക്റ്റാണ്, ഇൻഡാസ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ. അപ്പം ഇൻഡാസ് ഫൗണ്ടേഷൻ്റെ കീഴിൽ 2 പ്രോജക്റ്റ് ഉണ്ട്. ഒന്ന് ക്യാൻസർ പേഷ്യൻസിനുള്ള ഒരു ട്രാൻസിറ്റ് ഹോമാണ്. എൻ്റെ വീട് എന്നാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേര്. പിന്നെ കൂടാതെ നമുക്ക് ഹീമോഫീലിയ പേഷ്യൻസിനുള്ള ഒരു പ്രോജക്റ്റും കൂടെയുണ്ട്. അപ്പം ഇത് ട്രാൻസിറ്റ് ഹോമാണ്, വെച്ചാൽ ഹോം എവേ ഫ്രം ദി ഹോം ഫോർ ദി ക്യാൻസർ പേഷ്യൻസ്. നമ്മൾ ക്യാൻസർ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അതൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിൽ നിന്നും അതിജീവിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു പേഷ്യൻസിനെ സഹായിക്കാനുള്ള ഒരു ഒബ്ജക്റ്റീവാണ് ഞങ്ങൾക്കുള്ളത്. അപ്പം പേഷ്യൻസ് അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അവർക്കൊരു ഹോമിലി ആയിട്ടുള്ള ഒരു താമസ സൗകര്യം ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവരെ ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ താമസ സൗകര്യം കൊടുക്കുന്നുണ്ട്, ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. കൂടാതെ ഏത് ഹോസ്പിറ്റലിലാണ് അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് അവർക്ക് ട്രീറ്റ്മെൻറ്റിന് പോകാനുള്ള യാത്രാ സൗകര്യം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്നാ ഘറിൽ രോഗികളാരും തനിച്ച് അവരുടെ പോരാട്ടത്തെ നേരിടേണ്ടതില്ല എന്ന ധൈര്യവും പ്രതീക്ഷയും മാനസിക പിന്തുണയും നൽകുന്ന കൗൺസിലർമാരുടെ സേവനവും ലഭ്യമാണ്. നമസ്കാരം, എൻ്റെ പേര് ശില്പ. ഞാനിവിടെ എൻ്റെ വീട് എന്ന സ്ഥാപനത്തിൽ കൗൺസിലർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുമ്പം ഇവിടെ എത്തുന്ന രോഗികൾക്കും അതുപോലെ കൂടെയുള്ള കെയർ ടേക്കേഴ്സിനും എല്ലാവർക്കും കൗൺസിലിംഗ് നൽകുക. അപ്പോൾ ആദ്യമായിട്ട് ഈ രോഗം ഡയഗ്നോസ് ചെയ്ത് ഇവിടെ വരുമ്പോൾ അവർക്ക് ഒത്തിരി കൺസേൺസ് കാണും. ചിലപ്പം പേടിയായിരിക്കും. അതുപോലെ അവരെന്തിനാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, റേഡിയേഷൻ എടുക്കുന്നത് എന്തിനാ, കീമോതെറാപ്പി എന്താണ്. അപ്പോൾ കൂടുതൽ ഈ രോഗങ്ങളെക്കുറിച്ചും ഈ രോഗം വരുമ്പോൾ അവർക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും, എന്തൊക്കെ കഴിക്കരുത്, ഇത് ട്രീറ്റ്മെന്റ് എടുത്താൽ ഇത് മാറുമോ, അങ്ങനെ കുറെ കൺസേൺസ് ഇവർക്ക് കാണും. മെയിൻലി ഞാൻ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് കൂടുതലും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ ഈ സ്ഥാപനത്തിൽ 8 റൂമാണുള്ളത്. അപ്പം ഓരോ റൂമിലും 3 ആൾക്കാരെ വീതം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ 2 റൂം സിംഗിൾ റൂം ആയിട്ട് വരുന്നുണ്ട്. അതിലിപ്പം കുട്ടികളായിട്ട് പേഷ്യൻസ് ഒക്കെ ഇൻ കേസ് കുട്ടികളൊക്കെ വരുവാണെങ്കിൽ അവർക്ക് പാരൻസിന്റെ കൂടെ താമസിക്കാനുള്ള ഒരു ഇതുപോലെ അത് നമ്മൾ സിംഗിൾ റൂം ആയിട്ടും ഈ 8 റൂമിൽ 2 കൊടുക്കാറുണ്ട്. രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും മറ്റു രോഗികൾ, കൂടെയുള്ള താമസക്കാർ എന്നിവരുമായി അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും പരസ്പര ധൈര്യത്തിൽ കരുത്തു കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതിനെല്ലാം സ്റ്റാഫും സന്നദ്ധ പ്രവർത്തകരും തങ്ങളാൽ കഴിയുന്ന പരമാവധി പിന്തുണ നൽകുന്നു. എൻ്റെ പേര് ശരത് എന്നാണ്. ഞാനിവിടെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാണ്. നമ്മൾ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം സേഫ് ആൻഡ് സെക്യൂർ അക്കോമഡേഷൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 24 hours നമുക്ക് സെക്യൂരിറ്റി സർവീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫുൾ പ്രോപ്പർട്ടി CCTV കവറേജിലാണ്.
അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന പേഷ്യൻസിന് ഫ്രീ വൈഫൈ ഉണ്ട്. അതുപോലെ തന്നെ TV 2 ഹോളുണ്ട്. നമുക്ക് 2 ഹോളിലുമായിട്ട് TV ചാനലുകൾ അവർക്ക് ഇരുന്ന് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഈ ക്യാൻസർ പേഷ്യൻസിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും നമ്മൾ അഡ്രസ്സ് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സിൻ്റെ മെൻ്റൽ സ്ട്രെസ്സിനെ കുറിച്ചൊന്നും പലരും അഡ്രസ്സ് ചെയ്ത് പോകാറില്ല. അപ്പം നമ്മളിവിടെ എന്തൊരു ആക്ടിവിറ്റി നടക്കുമ്പോഴും അല്ലെങ്കിൽ എന്തൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോഴും ഇവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ എന്തൊരു പരിപാടിയും ഇവിടെ സംഘടിപ്പിക്കാറും അവർക്കും കൂടിയും എല്ലാ രീതിയിലുള്ള കൺസിഡറേഷൻ നൽകിക്കൊണ്ടാണ് നമ്മളിവിടെ എന്തും സംഘടിപ്പിക്കുന്നത്. അപ്നാഘറിൻ്റെ 3 നില കെട്ടിടം ഒരു വീടിൻ്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരുക്കിയിട്ടുള്ളതാണ്. ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്കും ഒരു കൂട്ടിരിപ്പുകാരനുമുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ശുചിത്വവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന സ്റ്റാഫ് സൗകര്യങ്ങളും ഇവിടെയുണ്ട്. 8 മുറികളുള്ള ഈ കെട്ടിടത്തിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്ക് അണുബാധ ഒഴിവാക്കാൻ പ്രത്യേക മുറികളും ലഭ്യമാണ്. 2-3 ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പര്യാപ്തമായ സൗകര്യവുമുണ്ട്. എൻ്റെ പേര് ശ്രീദേവി. ഞങ്ങളിവിടെ ഇങ്ങനെ എറണാകുളം ആസ്പത്രിയിൽ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്നൊരു ഉണ്ടായി ഇവിടെ ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് നമ്പറൊക്കെ തന്ന് മാഡത്തിനെ വിളിച്ച് ഇപ്പോൾ വരാൻ പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 10 ദിവസമായിട്ടുള്ളൂ, 11 ദിവസമായി. ഞങ്ങൾ വന്ന പിന്നെ യാതൊരു കുഴപ്പമില്ല. ഇവിടെ എല്ലാവരും നല്ല സ്നേഹത്തോടെ എല്ലാം പെരുമാറുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ത് വേണം ചെയ്തു തരും, ഒരു കുഴപ്പമില്ല. ഇന്നേ വരെ ഞങ്ങൾക്ക് നല്ല സ്നേഹമുണ്ട്. ചേട്ടൻ്റെ മാറ്റങ്ങൾ ഒരുപാട് മാറ്റമുണ്ട്. വീട്ടിൽ പോയാലും കൂടുതൽ ഇവിടെ വന്ന് പിന്നെ സന്തോഷമുണ്ട് ചേട്ടന്. വീട്ടിൽ ചെന്ന് കിടപ്പ് തന്നെയാണ്. വന്ന പിന്നെ ഒരു കുഴപ്പമില്ല, നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. മുതിർന്നവർക്ക് വേണ്ടി മാത്രമല്ല അപ്നാഘർ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. കിഡ്സ് ഫ്രണ്ട്ലി കൂടിയാണ് ഇവിടമെന്ന് പറയുകയാണ് അപ്നാഘറിലെ കൗൺസിലർമാരായ ശില്പയും ശ്യാമും. കിഡ്സിനായിട്ടുള്ള ടോയ്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ പുസ്തകം വായിക്കുന്നവർക്ക് നമുക്ക് ഒരുപാട് ബുക്സും ഇവിടെ അവൈലബിൾ ആണ്. അതെ, അവർക്ക് ഇവിടെ വന്നിട്ട് കുറേ ടോയ്സും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ബുക്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ അത് യൂസ് ചെയ്യാം. ക്യാൻസറിനെ പോരാടി വിജയം നേടിയവരാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രചോദനങ്ങൾ. അപ്നാഘറിൽ അത്തരം വിജയകഥകൾ പങ്കുവയ്ക്കുന്ന പ്രചോദനാത്മക സെഷനുകളാണ് രോഗികൾക്ക് പൊതുജീവിതത്തിന്റെ പ്രതീക്ഷ നൽകുന്നത്. ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്ന ആക്ടിവിറ്റീസോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്പീച്ച് അങ്ങനെയല്ലാതെ നമ്മൾ പുറത്തുനിന്നുള്ള റിസോഴ്സ് പേഴ്സണെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ടാവും. ഇതിനു മുമ്പ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവർ ചില ക്യാൻസർ സർവൈവേഴ്സ് അവർ ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ളവരും താല്പര്യമുള്ളവരും ഉണ്ടാവും. അങ്ങനെയുള്ളവർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവരെ കൊണ്ടുവരും. അവരുമായിട്ട് പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. പിന്നെ സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവും, പിന്നെ ഇൻഫാക്ട് ഡോക്ടേഴ്സ് ഉണ്ടാവും. ഈ ഡോക്ടേഴ്സൊക്കെ കൂടുതലും വന്നിട്ടുണ്ട് ഇവിടെ. അവർ നമ്മൾ പേഷ്യൻസിന് എങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ്, എന്തൊക്കെ ഫുഡ് കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, എങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ ഇവിടെയുള്ള പേഷ്യൻസ് ട്യൂബ് ഇട്ടിട്ടുള്ളിരിക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മളിവിടെ നോർമലി മെഡിക്കൽ കെയർ ഉണ്ടാവില്ല. അപ്പം എങ്ങനെ ഇപ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇവിടെ സാധാരണ വരാറുണ്ട്. ഒരു ഓൺകോളജി വാർഡിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അപ്പം ആ നേഴ്സ് സന്തോഷമായിട്ട് തന്നെ വരുന്നത് വെച്ചാൽ പേഷ്യൻസിന് ഈ ബൈസ്റ്റാൻഡേഴ്സ് ആണല്ലോ ഈ ട്യൂബൊക്കെ ഹാൻഡിൽ ചെയ്യുക, അതിൽ കൂടെ ട്യൂബ് ഫീഡ് ചെയ്യാറുള്ളത്. അപ്പം അവർക്ക് കുറേ കൺസേൺസ് ഉണ്ടാവും. അതെങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുക, അതെങ്ങനെ കീപ്പ് ചെയ്ത് വെക്കുക. അപ്പം ആ നഴ്സസ് വരുമ്പോൾ ഇവർക്ക് സംശയങ്ങൾ ചോദിക്കുക, എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യം. അപ്പം അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിന് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതിനുള്ള റിസോഴ്സ് പേഴ്സണെ നമ്മളിവിടെ ഇല്ലാത്തവരെ നമ്മൾ പുറത്തുനിന്ന് ഡോക്ടേഴ്സും അതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്. ഇൻഫാക്ട് ഏറ്റവും ഇവിടെ എല്ലാവർക്കും ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ താല്പര്യമുള്ളത് ഈ സർവൈവേഴ്സിൻ്റെ ഒരു ടോക്കാണ്. അപ്പം ഈ ഒരു ജേർണി കഴിഞ്ഞിട്ട് പോയാൽ അവർക്കാണ് ഇവരെ ഏറ്റവും കൂടുതൽ അറിയുക, ഇവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. എല്ലാ ആസ്പെക്ട്സും മെഡിക്കൽ, ഇമോഷണലി, സൈക്കോളജി എല്ലാ ആസ്പെക്ട്സും അറിയാൻ പറ്റുന്നത് അവർക്കാണ്. ഇഷ്ടംപോലെ സർവൈവേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഒരു അഷ്റഫ് മാരത്തോൺ എന്ന് പറഞ്ഞിട്ട് ഒരു റീസെൻ്റ്ലി സർവൈവേഴ്സ്, അദ്ദേഹം ഈ ക്യാൻസർ ക്യൂർ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് അവർ മാരത്തോൺ റണ്ണിങ് ചെയ്ത് അഷ്റഫ് മാരത്തോൺ അറിയാം, എല്ലാവർക്കും നോക്കിയാൽ അറിയാം. ആളിവിടെ വന്നിട്ടുണ്ട്. ആളുടെ ഒരു ടോക്ക് കഴിഞ്ഞിട്ടും പേഷ്യൻസ് ഇങ്ങനെ ബാക്കിൽ നിൽക്കുകയായിരുന്നു. അവരെങ്ങനെ ഹാൻഡിൽ ചെയ്തു. അവരുടെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു കാരണം ഇവർ അതേ ജേർണി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓടുകയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ ഇവിടെ വന്നത്. അപ്പം നോർമൽ ലൈഫ് ഇവർക്കൊക്കെ കുറേ കൺസേൺ ഉണ്ടാവും. നോർമൽ ലൈഫ് ഇനി പറ്റുമോ,
അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വരുന്നു, അവരോട് സംസാരിക്കാൻ ഒക്കെ. ഒരിക്കൽ ക്യാൻസർ രോഗിയായിരുന്നെങ്കിലും ഇന്ന് ആ രോഗത്തെ ജയിച്ച ജീവിത പോരാളിയാണ് അത്തരം ആളുകൾ. അവരുടെ ശബ്ദത്തിൽ കേൾക്കാവുന്ന കരുത്തും ആത്മവിശ്വാസവും അപ്നാഘർ കുടുംബത്തിലെ രോഗികൾക്ക് വലിയ പ്രതീക്ഷയാകുന്നു. അവർക്കൊപ്പം അവരുടെ സംശയങ്ങൾ ലഘൂകരിക്കാൻ ഡോക്ടർമാർ, നഴ്സുമാർ എന്നിവർ കൂടി ഒപ്പം ചേരുന്നു. അപ്നാഘറിലെ ഇത്തരം ഓരോ സെഷനും ഓരോ കൂട്ടായ്മയാണ്. അതിജീവിതർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഓരോ രോഗിക്കും അവരുടെ പോരാട്ടം വ്യക്തിപരമായി അനുഭവപ്പെടുന്നു. ക്യാൻസർ ചികിത്സ തുടരുമ്പോൾ രോഗികളും കുടുംബങ്ങളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിലൊന്നാണ് സാമ്പത്തിക ഭാരം. ചികിത്സാ ചെലവുകൾ, ഗതാഗതം, ഭക്ഷണം, മരുന്നുകളെല്ലാം. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക തടസ്സങ്ങൾ കാരണം നിങ്ങളുടെ പോരാട്ടം അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഒരിക്കലും വരരുതെന്ന ലക്ഷ്യത്തോടെ അപ്നാഘറിലെ കൗൺസിലർമാർ ക്യാൻസർ രോഗികൾക്ക് ലഭ്യമായ വിവിധ സാമ്പത്തിക സഹായങ്ങൾ, NGO സ്കീമുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശദമായി തന്നെ രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും മനസ്സിലാക്കി കൊടുക്കുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇവർക്ക് കാരുണ്യ സുരക്ഷാ പദ്ധതി അങ്ങനത്തെ ഉള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഇവർക്ക് ഓൾറെഡി ആ ഇൻഷുറൻസ് സ്കീംസ് ഒക്കെ അവൈലബിൾ ആയിട്ട് തന്നെയായിരിക്കും ഇവരിങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇവർക്കൊരു ഐഡിയ കാണും. പക്ഷേ ഇതല്ലാതെ ക്യാൻസർ പെൻഷന്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇങ്ങനെയുള്ള സ്കീമുകളെക്കുറിച്ചും അതുപോലെ വേറെ ഓരോ NGOs അങ്ങനെ സംഘടനകളിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ കാണും. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഇവർക്കൊരു ഐഡിയ കാണില്ല. അപ്പോൾ നമ്മൾ കൂടുതലും കൗൺസിലിംഗ് സെഷനിലൂടെയും ഇവരുമായിട്ട് ഇൻട്രാക്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ക്യാൻസർ പെൻഷനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് മന്ത്ലി 1000 rupees വെച്ച് ഇവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവർക്ക് മേ ബി ടെൻസ്ഡ് ആവും, ഇവർക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊന്നും ഇവർക്കൊരു ധാരണ കാണില്ല. അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിൻ്റെ തന്നെ വേണം, അങ്ങനെയൊക്കെ കരുതിയിരിക്കുന്നവരുണ്ട്. പക്ഷേ ഇത് പെൻഷൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെ ഒരു ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ നിന്ന് തന്നെ ഉള്ളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മതി. അതുപോലെ തന്നെ പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആകുമ്പോൾ കറക്റ്റ് ട്രീറ്റിംഗ് ഡോക്ടറിൻ്റെ തന്നെ സിഗ്നേച്ചർ വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഗൈഡൻസ് ഇവർക്ക് മെയിൻലി നമ്മൾ ഈ കൗൺസിലിംഗ് സെഷനും ഇനി ഇവിടെ വരുന്ന പേഷ്യൻസിനെല്ലാം നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫോം ഒക്കെ അവർക്ക് പ്രിൻ്റ് എടുത്ത് കൊടുക്കാറുണ്ട്. അപേക്ഷകൾ പൂരിപ്പിക്കാനൊക്കെ ഇവരെ ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ പുറത്തുനിന്നുള്ള NGOസും ഇതുപോലെ ഒത്തിരി ബെനിഫിറ്റ്സ് ഒക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മെഡിസിൻസ് അവരുടെ തന്നെ CSR ഫണ്ടിൽ നിന്നൊക്കെ ഓരോ മെഡിസിൻസ് ഒക്കെ പുറത്തുനിന്നുള്ള NGOസും കൊടുക്കാറുണ്ട്. ഇപ്പോൾ പ്രാർത്ഥന ഫ്രീ ഡ്രഗ് എന്ന് പറയുന്ന അതും ഒരു CSR ഇനീഷ്യേറ്റീവാണ്. ബട്ടർഫ്ലൈ NGOയുടെയും അങ്ങനെ ഒരു CSR ഇനീഷ്യേറ്റീവ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഗൈഡൻസ് ഒക്കെ കൊടുക്കാറുണ്ട് ഇവർ. സുരക്ഷിത താമസം എന്ന ആശയത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന അപ്നാഘറിൽ 24 മണിക്കൂറും ജാഗ്രതയോടെ സേവനം ചെയ്യുന്ന സെക്യൂരിറ്റിയുടെ സേവനവും CCTV ക്യാമറ എന്നിവയ്ക്ക് പുറമെ വൈഫൈ, ടെലിവിഷൻ സേവനങ്ങളും നൽകുന്നുണ്ട്. സ്തനാർബുദത്തോട് പോരാടുന്ന സാവിത്രി അമ്മയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അവർക്ക് അപ്നാഘർ എന്നത് വെറുമൊരു താമസ സ്ഥലം മാത്രമല്ല, അത് ആത്മവിശ്വാസത്തിൻ്റെയും കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും സംഗീതമാണ്. എൻ്റെ പേര് സാവിത്രി മാധവൻ എന്നാണ്. എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി എന്ന പ്രദേശത്താണ്. ക്യാൻസറായി അവിടെ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ എറണാകുളത്താണ് എൻ്റെ നാടായതുകൊണ്ട് എറണാകുളം ജില്ലയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എറണാകുളം ജില്ലയിലെ ഹോസ്പിറ്റലിൽ കാണിച്ചു ഡോക്ടർ കണ്ടു പറഞ്ഞതിന് ശേഷം കീമോ ചെയ്തു. ആദ്യം 8 കീമോ വേണമെന്ന് പറഞ്ഞ ഡോക്ടർ 6 കീമോ മതിയെന്ന് പറഞ്ഞു. 6 കീമോയും ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഛർദിലോ മറ്റുള്ളതൊന്നുമില്ലാതെ എനിക്ക് തരണം ചെയ്യാൻ സാധിച്ചു. ഞാൻ കണ്ട ഡോക്ടർ എന്ന് പറയുന്നത് ഞാൻ പലരോടും അന്വേഷിച്ചതിന് ശേഷമാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഷിൻഡോ രാജപ്പൻ എന്ന് പറഞ്ഞ ഡോക്ടറെ എനിക്ക് കാണുവാൻ സാധിച്ചത്. ആ ഡോക്ടർ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ അസുഖം പകുതി കുറയുകയാണ്. എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ആ ഡോക്ടറെ കണ്ടതിന് ശേഷം എനിക്കുണ്ടായത്. അപ്പോൾ കീമോ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി നമുക്ക് ഒരു 15 റേഡിയേഷനും കൂടി എടുക്കണമെന്ന് പറഞ്ഞു. 15 റേഡിയേഷൻ എടുക്കാൻ ഞാൻ തയ്യാറായി. അപ്പോൾ ഡോക്ടറിനോട് ഞാൻ ആ റേഡിയേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയാൻ വേണ്ടി ഞാൻ എറണാകുളം ജനറൽ ആസ്പത്രിയുടെ റേഡിയേഷൻ ചെയ്യുന്നതിൻ്റെ പേഷ്യൻ്റ് ഇരിക്കുന്ന ആ ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് നോക്കുന്ന സമയത്ത് ഞാനൊരു ബോർഡ് കണ്ടു, ഒരു നോട്ടീസ് ബോർഡ് കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ പേര് കണ്ടതോടുകൂടി ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി അത് വീണ്ടും നോക്കിയതിന് ശേഷം ഞാൻ ഉടനെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ നമ്പറിലേക്ക് ഞാൻ വിളിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ തൃപ്തി എന്ന് പറയുന്ന ഇതിൻ്റെ മെയിൻ ഉള്ള മാഡം ഫോൺ എടുത്തു. കാര്യങ്ങളൊക്കെ ഞാൻ
ചോദിച്ച് അതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി കിട്ടുകയും എനിക്ക് ആ മാഡത്തിൻ്റെ സംസാരിക്കുന്ന രീതി കേട്ടപ്പോൾ തന്നെ എനിക്ക് ഈ സ്ഥാപനം വന്നു കാണണമെന്നും ഞാൻ ആഗ്രഹിച്ചു. അതിനുശേഷമാണ് ഞാൻ ഡോക്ടറെ കാണുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇതിന് എവിടെ നിന്ന് പോകാനാ സൗകര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഇത് കണ്ടു, അതിൽ വിളിച്ചു, അവിടെ തന്നെ പോയിക്കോ, ഒരു കുഴപ്പമില്ല, വളരെ സുരക്ഷിതമാണ്, എല്ലാ കാര്യങ്ങളിലും 100% സേഫ്റ്റിയാണ്. അപ്പോൾ സന്തോഷത്തോടു കൂടി അവിടെ പോയി നല്ല രൂപത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റേഡിയേഷൻ ചെയ്യാൻ എന്നോട് പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ സത്യത്തിൽ ഞാൻ മനസ്സിൽ ഇതേ ഉള്ള ആ ഒരു ഇത്രയും സത്യസന്ധമായി പേഷ്യൻറ്റിന് അനുകൂലമായ ഒരു സാഹചര്യത്തിലുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ഏകദേശം 30-35 പേഷ്യൻറ്റുകളോളം ഇപ്പോൾ നിലവിലിവിടെ ഉണ്ട്. അവരുടെ കൂടെ എനിക്കും താഴെ നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് ഒരു റൂം ഈ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് നമ്മൾ എടുത്താൽ ഒരു ദിവസം ഏകദേശം 800 രൂപയെങ്കിലും 800 രൂപയ്ക്ക് പോലും ഇത്ര നല്ല റൂം കിട്ടത്തില്ല. ഇങ്ങനത്തെ ഒരു റൂമൊക്കെ കിട്ടണമെന്ന് വെച്ചാൽ 2000 രൂപയെങ്കിലും അവർ റെൻറ്റ് ചോദിക്കും. കാരണം അത്രയും ക്ലീനാണ്. അത്രയും ക്ലീനായി കിടക്കുന്ന റൂമും അതേപോലെ കിടക്കുന്ന ബെഡ്ഷീറ്റുകളൊക്കെ ഡെയിലി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ. പിന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടി ഒന്നിച്ചു പോകുന്നു. ഇവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും വളരെ 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 സ്നേഹത്തോടും സൗഹാർദ്ദത്തോടു കൂടി നമ്മളോട് പെരുമാറുന്നു. അപ്പോൾ അതിലൊക്കെ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അസുഖം പകുതി മാറും. ചികിത്സയുടെ ഭാഗമായിരുന്നാലും ശാരീരിക ധൈര്യം നിലനിർത്താൻ പോഷകസമൃദ്ധമായ ഭക്ഷണം അത്യാവശ്യമാണ്. ഇവിടെ താമസിക്കുന്നവർക്കായി ആവശ്യമായ പച്ചക്കറികളും പലചരക്കും എത്തിച്ചു കൊടുക്കപ്പെടുന്നു. കൂട്ടിരിപ്പുകാർ ചേർന്ന് വിഭവങ്ങൾ തയ്യാറാക്കുകയും അതിലൂടെ കുടുംബമെന്ന അനുഭവം പങ്കിടുകയും ചെയ്യുന്നു. തുണികൾ വൃത്തിയാക്കാൻ വാഷിംഗ് മെഷീനുകളുടെ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. സ്വന്തം വീട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ അതിലും ഒരു പടി കൂടുതൽ നല്ല അനുഭവങ്ങളാണ് അപ്നാഘറിലൂടെ ക്യാൻസർ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ലഭിക്കുന്നത്. ക്യാൻസർ രോഗികൾക്ക് പലപ്പോഴും ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്കായി എത്തിപ്പെടുക എന്നത് ഒരു വെല്ലുവിളിയാകാം. ദൂരവും ചിലവും അവർക്ക് വലിയ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ്. ഈ ആവശ്യം മനസ്സിലാക്കി അപ്നാഘർ സൗജന്യ ഗതാഗത സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ദിവസവും ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി എത്തുകയും അപ്നാഘറിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്യുന്ന ഈ സൗജന്യ യാത്രാ സേവനം രോഗികൾക്ക് വലിയ ആശ്വാസമാണ്. അപ്നാഘർ കേവലം ഒരു കെട്ടിടം എന്നതിലുപരി സ്നേഹവും പ്രതീക്ഷയും സന്തോഷവും നിറഞ്ഞ ഒരു ഭവനമാണ്. അതിനാൽ തന്നെയാണ് സമീപത്ത് വീടുകളുള്ള രോഗികൾ പോലും ഈ സങ്കേതത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറാകുന്നത്. ഇതറിഞ്ഞ് അവർക്കായി കാരുണ്യത്തിൻ്റെ കവാടം തുറന്നിട്ടിരിക്കുകയാണ് കളമശ്ശേരിയിലുള്ള അപ്നാഘർ. അപ്നാഘർ ക്യാൻസർ രോഗികൾക്ക് കേവലം തലചായ്ക്കാൻ ഒരിടം എന്നതിലുപരി അവരുടെ മോശം കാലത്തും നാളെയുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കാനുള്ള പ്രതീക്ഷയുടെ വെളിച്ചം കൂടിയാണ്. ജീവിതത്തിലെ സന്തോഷങ്ങൾ കെട്ടടങ്ങിയെന്ന് കരുതുന്നിടത്ത് രോഗബാധിതർക്കും പ്രിയപ്പെട്ടവർക്കും ഒരു പുതുജീവിതത്തെ ചിന്തിച്ചു തുടങ്ങാൻ അപ്നാഘർ വേദിയാകുന്നു. അപ്നാഘറിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവിധ ആശംസകളും.